Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഒരു ചെറുപ്പക്കാരൻ പുള്ളി ഒരു അഡ്വക്കേറ്റാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളി പറയാണ്, ഡോക്ടറെ പണ്ടൊക്കെ നമുക്കാരും പറഞ്ഞു തരുന്നില്ലല്ലോ, ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നല്ല കുടുംബമാണോ, പെണ്ണ് കാണാൻ പോകുന്നു, കണ്ട് ഇഷ്ടപ്പെടുന്നു, സാമ്പത്തികമൊക്കെ നോക്കുന്നു, സ്ത്രീധനമൊക്കെ സംസാരിക്കുന്നു, കല്യാണം കഴിക്കുന്നു, വരുന്നു, ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ നമ്മുടെ കാലഘട്ടം മാറിയത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്, ഇനി കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്നെ പോലെ യുവാക്കൾക്ക് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അത്രയൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് പറയാനുള്ള പ്രായമോ ഇതൊന്നും എനിക്കായിട്ടില്ല. എന്നാലും നമ്മളിപ്പം സാധാരണ ആരെങ്കിലും എന്ന് പറയണ്ടേ, കാരണം എന്താ വെച്ചാൽ ചെറുപ്പക്കാർ നെക്സ്റ്റ് ജോലിയാകുന്നു, സമ്പാദിക്കാൻ തുടങ്ങുന്നു, ഇനിയൊരു കല്യാണമൊക്കെ കഴിക്കാം എന്ന രീതി ചിന്തിക്കുന്ന പുരുഷന്മാരും, അതേപോലെ തന്നെ പഠിത്തം കഴിയുന്നു, ആരുടെയെങ്കിലും തലയിലേക്ക് കെട്ടി വെക്കുക എന്ന് പറഞ്ഞുള്ള എല്ലാവരും അല്ല, ഒരു 70% അപ്പനമ്മമാരുടെയും പെൺകുട്ടികളുള്ള അപ്പനമ്മമാരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കല്യാണം കഴിപ്പിക്കുക, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന രീതിയാണ് ആലോചിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ കാണത്തില്ല. സോ അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം പല ആളുകൾക്കും അങ്ങനത്തെ ഒരു ഇത് ശരിയാണ്, ഇനി ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പുരുഷനും സ്ത്രീക്കും താല്പര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, എന്തൊക്കെയാണ് ഇഷ്ടമില്ലായ്മ. ചിലർക്ക് മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് പുകവലിക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലുള്ള സംസാരം, കളിയാക്കൽ, ഇതൊന്നും ഇഷ്ടമാകത്തില്ല, ചിലർക്ക് ഡ്രസ്സിങ് സെൻസ് ഇഷ്ടമാകത്തില്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. എപ്പോഴും ജീവിത പങ്കാളി എന്ന് പറയുന്ന ആളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, ഒരു യാത്രയെങ്കിലും പോവുക. കാരണം യാത്ര പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അവർക്ക് ഏത് ഫുഡ് ഇഷ്ടമാണ്, അവരുടെയൊക്കെ താല്പര്യങ്ങൾ എങ്ങനെയാണ്. കുറേ നേരം അടുത്തിരുന്ന് സംസാരിച്ച് കുറേ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് കിട്ടും. ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും, അവരുടെ ഡിസ്കഷൻ എന്തായിരിക്കും, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തായിരിക്കും, അവരുടെ ഗോൾ കാര്യം, ഇതെല്ലാം ഒരു യാത്രയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു യാത്ര പോകണം. സത്യം പറഞ്ഞാൽ ഇഷ്ടങ്ങൾ, ഇഷ്ടമില്ലായ്മകൾ, ഡ്രസ്സിങ് സെൻസുകൾ, ഇതെല്ലാം സംസാരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെ സെറ്റിൽ ആവണം. ഞാൻ പഠിച്ച ഒരു പെങ്കൊച്ചാണ്, എനിക്ക് വീട്ടു ജോലി ചെയ്ത് നിൽക്കാൻ താല്പര്യമില്ല എന്ന് ക്ലിയറായിട്ട് ഓപ്പണായിട്ട് കാഴ്ചപ്പാട് പറഞ്ഞെങ്കിലല്ലേ അറിയത്തുള്ളൂ. അല്ല, ഞാൻ കെട്ടുന്ന പെണ്ണ് വീട്ടിൽ ഇരുന്നാൽ മതി, എൻ്റെ അപ്പനമ്മ നോക്കിയാൽ മതി, അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയാൽ മതി, അവരെ ഇരുന്ന് പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന പുരുഷന്മാരുണ്ടായിട്ട് യാതൊരു കാര്യമില്ല. കാരണം കൂടെ കൂട്ടുന്ന ആള് അവർക്ക് ചിലപ്പോൾ അപ്പനമ്മയുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ലായിരിക്കും. അപ്പം നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് അവിടെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ചില ആളുകൾക്ക് ടൗണിൽ ജീവിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് നാട്ടിൻപുറത്ത് ജീവിക്കാനായിരിക്കും താല്പര്യം. അതൊക്കെ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? എവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടൗണിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളെ പിടിച്ച് നാട്ടിൻപുറത്ത് താമസിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ജോലി ചെയ്യണം താല്പര്യമുള്ള ആളെ ജോലി ചെയ്യേണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അപ്പനമ്മയെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലുള്ള താല്പര്യത്തിനനുസരിച്ച് എനിക്ക് കുട്ടികൾ വേണോ വേണ്ടെന്നെങ്കിലും ഒന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക്, അതല്ലാതെ എനിക്ക് 5 കൊല്ലത്തെ കുട്ടികൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ലൈഫ് പാർട്ട്ണർക്ക് ഒരു കൊല്ലം തന്നെ അടുത്ത കൊല്ലം തന്നെ കുട്ടി വേണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കാര്യം നടക്കുന്നത്? ഇതൊക്കെ എവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്?
അപ്പോൾ ഈ ഡിസ്കഷൻസാണ് ആവശ്യം. എനിക്ക് എപ്പോൾ കുട്ടി വേണം, നമുക്ക് എപ്പോഴാണ് കുട്ടികൾ വേണ്ടത്, ഇനി നമ്മൾ ജോലി ചെയ്യണോ വേണ്ടയോ, വീട്ടിൽ ഇരിക്കണോ, അതൊക്കെ താല്പര്യങ്ങളനുസരിച്ച്. എത്രയോ പേര് കല്യാണം കഴിച്ചേച്ച് ഭാര്യ വീട്ടിൽ നിർത്തുന്ന അവർ ദുബായും ഷാർജ അബുദാബിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. സത്യം പറഞ്ഞ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അപ്പനമ്മയെ നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരെ വെച്ചാൽ പോരെ, അവരെ വിളിച്ച് കല്യാണം കഴിപ്പിച്ച് ഇതാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം എന്താ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഒരു ജീവിതം തീരുകയാണ്, ഒരു ലൈഫ് മുഴുവനും തീരുകയാണ്. അപ്പോൾ ഇങ്ങനെ തീർന്നു കിടക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമുക്ക് എപ്പോഴാണ് ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഉള്ളത്? നല്ല പ്രായത്തിൽ കൂടെ ആളില്ല, നന്നായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, യാത്ര പോകാൻ പറ്റുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, സാധനങ്ങൾ പ്രോപ്പർ ടൈമിൽ മേടിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. വെറുതെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കുക. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അതിനെ ജോലിക്കാരോ അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത ആളെ വെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന മിനിമം റിക്വയർമെൻ്റ് ഒന്നും ഫുൾഫിൽ ആകാതെ ഇനി അതെല്ലാം പോട്ടെ, ഈ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം വീട്ടിൽ ആർക്കെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. കാരണം നമ്മളിൽ പല ആളുകൾക്ക് മാനസിക പ്രശ്നമുള്ളത് അറിയത്ത് പോലുമില്ല. പക്ഷേ ഇത് ജീനിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ചേട്ടനന്മാരിലും അവരുടെ മക്കളിലും അവരുടെ അപ്പനും അമ്മയിലും അങ്ങനെ ആർക്കെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ നോക്കുകയേ വേണ്ട. കാരണം നമ്മുടെ ജീനിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത് അനുഭവിക്കും. കാരണം ഒത്തിരി ആളുകൾ പറയാറുണ്ട്, എനിക്കറിയില്ലായിരുന്നു അവരുടെ വീട്ടിൽ ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉള്ളത്, കാരണം എൻ്റെ മോൻ ഇവിടെ നരകിക്കുകയാണ്. ഒരാളെ 10-20 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ച ആള് ബൈപ്പോളർ ആണ് എന്ന് പറയുന്നത് കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, 20 കൊല്ലം വേണമായിരുന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ? ഒന്നുമല്ല. കല്യാണം കഴിച്ച് പിന്നെ വീട്ടുകാർക്ക് വേണ്ടി അഡ്ജസ്റ്റായി, പിന്നെ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റായി, ജീവിതം മൊത്തം അഡ്ജസ്റ്റായി നടക്കും. സത്യം പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇവിടെ ആർക്കും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ജീവിതം നമ്മുടെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ നമ്മൾ അപ്പനമ്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു, നാട്ടുകാർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു, സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു, മതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു, എല്ലാവർക്കും വേണ്ടി വിട്ടുകൊടുത്തേച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു വിലയില്ലാതാക്കി കളയുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നമ്മുടെ തലമുറയോ ഇങ്ങനെ ആയിപ്പോയി. ഇനി മുന്നോട്ടുള്ളതാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ തീരുമാനിക്കണം. നമുക്ക് എവിടെ ജീവിക്കണം? നമുക്ക് എബ്രോഡ് പോകണോ? ഒരുമിച്ച് പോകാം, ഓക്കെ എബ്രോഡ് പോകാം. ടൗണിൽ ചെയ്യണം, ഓക്കെ ടൗണിൽ താമസിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യണം, ഓക്കെ ചെയ്യാം. ഇതൊക്കെ തീരുമാനിച്ചെടുക്കേണ്ടത്. അല്ലാതെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് മൂന്നാമതൊരാൾ വന്ന് നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ തീരുമാനങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എപ്പോഴും അങ്ങനെ സ്റ്റേജുകളാണ്. ആദ്യം ഭയങ്കര എൻ്റെ ലൈഫ് പാർട്ട്ണർ ഭയങ്കര ക്ലോസ് ആണല്ലോ, എനിക്ക് പറ്റിയ ആളാണല്ലോ, എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുമല്ലോ എന്നൊക്കെ പറയും. കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ ആള് എന്ന രീതിയിലേക്കൊക്കെ പോകും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അപ്പനമ്മയ്ക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ത്യാഗം ചെയ്യുന്നു എന്ന സ്റ്റേജിലേക്ക് വരും. കുറച്ച് കഴിയുമ്പം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് ആസ്വദിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ ഞാൻ കണ്ടെത്തണം, എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് എൻ്റെ സന്തോഷം വേറെ ആൾക്കാരിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ജീവിച്ചേ പറ്റൂ എന്ന രീതിയിൽ കണ്ടെത്തി വേറെ ട്രാക്കിലേക്ക് പോകാനുള്ള ഒരു ഇതിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് എൻ്റെ ലൈഫില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, കെട്ടിയവന് ഇഷ്ടമില്ല, മക്കൾക്ക് ഇഷ്ടമില്ല, വീട്ടുകാർക്ക് ഇഷ്ടമില്ല, ഇതൊക്കെ പറഞ്ഞേച്ച് സ്വന്തം പഴിചാരി ഇന്ന് മരിക്കണോ നാളെ മരിക്കണോ അല്ല അടുത്ത ആഴ്ച മരിക്കണോ എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം ഈ സ്റ്റേജ് അവരുടെ സന്തോഷം മറ്റു ആൾക്കാരുടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും സന്തോഷം ആസ്വദിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. നമ്മളെ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ കഴിക്കരുത്. അപ്പനമ്മയ്ക്കും കൂട്ട് വേണം എന്ന് പറയാനായിട്ട് കൂട്ടുണ്ടാക്കി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നെക്കൊണ്ട് എനിക്കിപ്പോൾ പക്വത ആയിട്ടില്ല, എനിക്ക് 30 വയസ്സ് വരെയെങ്കിലും മിനിമം. കാരണം ഒരു പുരുഷന്മാർക്ക് ഒരു 30 വയസ്സാകാതെ എന്നാ പക്വത ആവാനാണ്? ഒരു പക്വത ആവത്തില്ല. ഈ പക്വതയ്ക്ക് ആയി വരുമ്പോഴത്തേനും കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞ് പക്വത വരുമ്പോഴത്തേനും അടിച്ച് പിരിഞ്ഞ് ഏകദേശം ഒരു തീരുമാനമായി കാണും. അതുകൊണ്ട് സമയമെടുത്ത് പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്നിട്ട് തീരുമാനിക്കുക കല്യാണം കഴിക്കണോ വേണ്ടതെന്ന്. ഇനി കല്യാണം കഴിക്കണം തോന്നിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി, മാനസിക പ്രശ്നമില്ലാത്ത കുടുംബമാണോ അതറിയണം,
എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഉള്ളതെന്ന് അറിയണം. എവിടെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണം, ഗ്രൂപ്പായിട്ട് ജീവിക്കണോ, ഒറ്റയ്ക്ക് ജീവിക്കണോ, കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, എത്ര കുട്ടികൾ വേണം, എപ്പോൾ കുട്ടികൾ വേണം, ഇതെല്ലാം ആലോചിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യേണ്ടത്. ഇതൊക്കെ പണ്ട് വർക്കൗട്ട് ആവത്തില്ലായിരുന്നു, ഇനി വർക്കൗട്ട് ആവും. കാരണം ഇപ്പോൾ എല്ലാവർക്കും പഠിത്തമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. അപ്പം അവരവരുടെ ലൈഫിന് അവരവർക്കൊരു വില കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഇനിയും പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല, ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ആവുന്നില്ല, വേറെ ജീവിക്കുന്നത് തന്നെയല്ലേ നല്ലത്. എന്തിനാണ് ഓരോ നിമിഷവും നരകിച്ച് കരഞ്ഞും പിഴിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയും സ്വന്തം ജീവിതം കുറ്റപ്പെടുത്തിയും ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. അതുകൊണ്ട് ജീവിച്ചു നോക്കുക, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ജീവിക്കാൻ നോക്കുക. പറ്റുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ മാറുക. എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം അടിയാണ് മക്കളുടെ വേണ്ടിയിട്ട്. മക്കൾ അവസരം നോക്കുമ്പോൾ ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുന്നതെന്നല്ലേ വിചാരിക്കുള്ളൂ. ചുമ്മാതെ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ജീവിക്കാം ഒരുമിച്ച്, പറ്റത്തില്ലെങ്കിൽ നമുക്ക് വേറെ വഴികളുണ്ട്. അതുകൊണ്ട് ആരും പഠിത്തമില്ലാതിരിക്കരുത്, എല്ലാം ഒന്ന് പഠിച്ചേച്ച് നല്ല ജോലിയെടുത്ത് നല്ല സമ്പാദ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പനോ അമ്മയ്ക്കോ ചേട്ടനോ അനിയനോ വീട്ടുകാർക്ക് ഭാരമാകാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും. സോ ഇത് ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോഴും മുന്നോട്ടുള്ള ലൈഫിൻ്റെ പ്ലാൻ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതൊക്കെ പറയാനായിട്ട് ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഈ കുറേ പേര് വന്നേച്ച് കുറേ ഡിസ്കഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐഡിയകൾ കിട്ടുന്നത് നമ്മളിങ്ങനെ ഒരു വീഡിയോയിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.